ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ വിക്രമനുണ്ടായിട്ട് കമലാമ്മ പറയാണ്, ഏതായാലും വേദ നിനക്കുള്ളതല്ല, മാത്രമല്ല എനിക്ക് പിന്നിൽ പ്രവർത്തിക്കുക എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ വേദയെ അകറ്റി നിർത്തുന്നത് അവളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസാന നിമിഷം വരെ അവളോട് നീ യാതൊരുവിധ മോശമായിട്ടുള്ള പെരുമാറ്റം നടത്തി പോകരുത്, ഇതെൻ്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് കമലാമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിലാണെങ്കിൽ നമ്മുടെ വിക്രം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അമ്മയ്ക്ക് അവളെ സ്നേഹവുമാണ്, പക്ഷെ അവൾ ഇവിടെ നിന്ന് വിട്ടാക്കണമെന്നും പറയുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ കാരണം, അമ്മ എന്ത് ഉദ്ദേശിച്ചാൽ പറയുന്നതെന്ന് മനസ്സിലാവാതെ നമ്മുടെ വിക്രം ആകെ അന്തം വിട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വിക്രമിൻ്റെ മുറിയിലേക്ക് വേദ വരുന്നുണ്ട്. വേദ വന്നിട്ട് വിക്രമിനോടായിട്ട് പറയാണ്, എന്താ വിക്രം, നിങ്ങളുടെ ചൂടൊക്കെ മാറിയോ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, എനിക്ക് അപ്പം കിട്ടിയ ദേഷ്യത്തിന് എനിക്ക് നിന്നെ എന്താ ചെയ്യേണ്ടത് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, അല്ലെങ്കിലും എനിക്കൊരു സംശയമായിരുന്നു, നിങ്ങൾ ഇത്രയും ചൂടായിട്ട് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയണം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്താണ് നീ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിന് സംസാരിച്ചതൊക്കെ അത്രയും മോശമായ കാര്യങ്ങളല്ലേ, പിന്നെ ഞാൻ നിന്നെ എന്താ സ്നേഹിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, ഞങ്ങൾ തമ്മിലല്ലേ സംസാരിച്ചതും, ഞാനല്ലേ ശ്രീകാര്യം ശ്രീനിവാസനും സംസാരിച്ചതും, അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നവും ഞങ്ങളത് ചെയ്തു തീർത്തോളും, നിങ്ങൾ എന്തിനാ അതിൽ ഇടപെടുന്നു, മാത്രമല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ. പക്ഷേ നീ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ചല്ലേ, അപ്പോൾ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും സംസാരിച്ചേ മതിയാകുമെന്ന് വിക്രമും പറയുന്നുണ്ട്. ശേഷം നിങ്ങളോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേഗം പോയി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ്. ഇവളെന്താ ഇപ്പോഴും ഭയങ്കര വാശിയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ടം കൂടി വെച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തിന് നേരെ കാല് പൊക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ വേദ കണ്ണ് തുറന്നിട്ട് ഇടം കണ്ടിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട്. വിക്രം അത് കണ്ടത് ആകെ നെട്ടുകയാണ്. കാരണം അവൾ ഉറങ്ങിയെന്നാണ് വിക്രം വിചാരിച്ചതും, പക്ഷെ അവളിങ്ങനെ അഭിനയിക്കുകയാണെന്ന് വിക്രം അറിഞ്ഞില്ല. അപ്പോൾ വിക്രം ആകെ ചമ്മിയിട്ട് വേഗം പോയിട്ട് ബെഡിൽ പോയി കിടക്കുകയാണ് കേട്ടോ. ശേഷം ആകെ വഷളായി, അവളാണെങ്കിൽ ചവിട്ടാൻ പോകുന്നത് കാണുകയും ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഒരു നാണത്തോടു കൂടി അല്ലെങ്കിൽ ചമ്മലോട് കൂടിയിട്ട് വേദ നോക്കി ചിരിക്കുന്നുണ്ട്. വേദയും വിക്രമിനെ നോക്കി ചിരിച്ച് അങ്ങനെ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. ശേഷം പിറ്റേ ദിവസം ആവണം വിക്രം രാവിലെ തന്നെ എഴുതിച്ചിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ടൈം വർക്ക്ഷോപ്പിലാവട്ടെ നമ്മുടെ രാധ എത്തിയിട്ടുണ്ട്. രാധ അവിടെയുള്ള ജോസഫിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ടൈമിലാണ് വിക്രം എത്തുന്നതും. വിക്രം വന്നതും വിക്രം വായോ, ഇവൾക്ക് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അത്ര എന്നോടൊന്ന് പറഞ്ഞിട്ട് ജോസഫ് പറയുന്നുണ്ട് കേട്ടോ. എന്താ രാധേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. നീ ഇവിടെ നിന്ന് എന്തൊക്കെ വലിയ കാര്യങ്ങൾ വീമ്പിളക്കിയിട്ടാണ് പോയത്, അവിടെ പോയപ്പോൾ എന്താണ് വീണ്ടും അവളെ കണ്ടപ്പോൾ അങ്ങനെ ഒതുങ്ങിയില്ലേ, നീ ഒരു കാര്യം പറയും, പക്ഷെ അവിടെ പോയിട്ട് വേറെ കാര്യമാണ് ചെയ്യുന്നത്, അവളെ നിനക്ക് പേടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് രാധ വിക്രമിനെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയണം, എനിക്ക് അതാണ് സാഹചര്യം, കാരണം ശ്രീനി സാർ ഉണ്ടായിരുന്നു, ശ്രീനി സാറിന് വേണ്ടി ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ ശ്രീനി സാർ തന്നെ അത് വേണ്ട അങ്ങനെ ചേരുന്ന് പറയുമ്പോൾ എനിക്ക് ശ്രീനി സാറിൻ്റെ വാക്കിനെ ധിക്കരിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് വിക്രം പറയുന്നുണ്ട് കേട്ടോ. അല്ല, അതല്ല സത്യം, നിനക്ക് അവളെ കാണുമ്പോൾ അങ്ങനെ മനസ്സ് മാറുകയാണ്, നീ അവളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നീ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഞങ്ങളുടെ മുമ്പിൽ ദേഷ്യം കേട്ട് അവളെ കാണുമ്പോൾ സ്നേഹിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് രാധ വീണ്ടും വിക്രമിനോട് ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ വിക്രമിന് ദേഷ്യം ഇവരാണ് കേട്ടിട്ടും, നീ ഒന്ന് പോകുന്നുണ്ടോ, നിനക്ക് അല്ലെങ്കിലും ഞങ്ങൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം കാണുമ്പോൾ നിനക്ക് ഇപ്പോഴും സന്തോഷമല്ലേ, ഞങ്ങൾ തമ്മിലും രണ്ടാളെയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും അതുകൊണ്ട് രസിക്കലാണല്ലോ നിനക്ക് പണിയെന്ന് പറഞ്ഞിട്ടും വിക്രം രാധയെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ രാധ പറയണം, അത് തന്നെയാണ് എനിക്ക് രസം, കാരണം ഞാൻ അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എങ്ങനെയൊക്കെ പെരുമാറുന്നത് പറയുമ്പോൾ എനിക്ക് അതിന് നിന്നോട് സ്നേഹമില്ല, നീ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ ഇനി വരും വേണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. രാധയാണെങ്കിൽ അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് രാധ പറയുന്നുണ്ട്, വിക്രം നിങ്ങൾക്ക് എന്തായാലും അവളെ സ്നേഹമില്ല, അപ്പോൾ എനിക്കാണെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്നേഹമാണ്, അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് രാധ വിക്രമിനോട് പറയുന്നുണ്ട്. പക്ഷേ വിക്രം ഒന്നും പറയുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കല്യാണവുമില്ല പെണ്ണുമില്ല, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് വിട്ടാക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ നമ്മുടെ വേദയുടെ കാര്യം പറയേണ്ട, വേദ വന്നിട്ട് ആകെ ആലോചനയിലാണ്. കാരണം ഇതുവരെ വിക്രമിനെ കുറിച്ച് കേൾക്കാത്ത ഒരു വാക്കുകളാണ് ഇപ്പോൾ വേദ കേട്ടിരിക്കുന്നത്. അതായത് വിക്രം ഇപ്പോൾ എന്താ പറയുക, ലഹരി മരുന്നിന്, അതായത് മയക്കുമരുന്നിന് അടിമയാണെന്ന് സ്വന്തം അച്ഛൻ സുധാകരൻ മാഷേനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് നമ്മുടെ വേദ. അതിനുള്ള അത് ഉപയോഗിക്കുന്ന യാതൊരുവിധ
എന്താ പറയുക സൂചനയും നമ്മുടെ വിക്രമിൽ നിന്ന് കാണാനും പറ്റുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സുധാകരൻ മാഷ് അങ്ങനെ പറഞ്ഞെന്നറിയാതെ വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ശേഷം നമ്മുടെ നന്ദിനി അടുത്ത് വരുന്നുണ്ട്. നന്ദിനി അടുത്ത് പറയും, നീ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ വേദ പറയാണ്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അച്ഛനാണ് വിക്രമിനെ കുറിച്ച് എപ്പോഴും ഓരോന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ലഹരി മരുന്നിന് കൂടെ അടിമയാണ് വിക്രം എന്ന് പറയുന്നു. അതും കണ്ടതുപോലെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എല്ലാ കഥകളും അറിഞ്ഞാൽ മാത്രമേ വിക്രമിനെ നേർവെളിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അച്ഛനോടാണെങ്കിൽ ചോദിച്ചാൽ അച്ഛൻ സത്യം പറയുന്നില്ല എന്ന് പറയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നന്ദിനി പറയാണ്, നിനക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനിയുടെ അടുത്തേക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പിന്നെന്താ അറിയാതെ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യ സമയങ്ങളിലൊക്കെയാണ് അതെല്ലാം സംഭവിച്ചത്. മാത്രമല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വിക്രം പഠിക്കുകയായിരുന്നു ഡിഗ്രിക്ക്. എനിക്ക് അവനെക്കുറിച്ച് നല്ലതുപോലെ അറിയാം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വേദ വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് നന്ദിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് വേദ നന്ദിൻ്റെ അടുത്തോട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ, എനിക്ക് കുറച്ച് പണിയുണ്ട്, അതെല്ലാം തീർത്തു വന്നിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ വിവരമെല്ലാം അറിയിക്കാം. വിക്രം ആരായിരുന്നെന്നും എന്തായിരുന്നെന്നും എല്ലാം ഞാൻ തന്നെ പറയാം. അച്ഛനോട് നീ ചോദിക്കാൻ പോയാൽ അച്ഛൻ അച്ഛൻ്റെ രീതിക്കൊക്കെ മാറ്റിയിട്ട് എല്ലാ കുറ്റവും വിക്രം ചെയ്ത പോലെ പറയുള്ളൂ. പക്ഷേ എന്താണ് സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി വേദയോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.